തീർച്ചയായിട്ടും ബീഫ് കഴിക്കും. ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഇപ്പം ഒരാളും ആരും പരസ്പരം നിർബന്ധിച്ച് കഴിക്കേണ്ട സാധനമൊന്നുമല്ല. പിന്നെ മലയാളികളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വിയേർഡായിട്ടുള്ള കോമ്പിനേഷൻ വരെ ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അതായത് നമ്മുടെ ബീഫും പഴംപൊരിയും, പിന്നെ അലുവയും മത്തിക്കറിയും, ഇതുപോലത്തെ വിയേർഡായ കോമ്പിനേഷൻ വരെ ആസ്വദിച്ച് കഴിച്ച ആൾക്കാരാണ് മലയാളികൾ. അപ്പം ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഓരോ ആൾക്കാരും ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ബീഫ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ കഴിക്കുക. പിന്നെ ചില മതം ചില ഭക്ഷണങ്ങളെ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് മുസ്ലിംസുകൾക്ക് അവർക്ക് പന്നി ഹറാമാണ്. അവർ അങ്ങനത്തെയുള്ള ആൾക്കാർ അത് കഴിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ബീഫ് ഇഷ്ടമുള്ളവർ കഴിക്കുക. ഇപ്പോൾ ചിലർ അവിടുത്തെ ഗോമാതാവെ വിശ്വസിക്കുന്ന ആൾക്കാർ കഴിക്കണ്ട, കഴിക്കുന്ന ആൾക്കാർ കഴിക്കുക. അതിന് മറ്റൊരാളെ കല്ലെടുത്തെറിയുകയും ചെളിവാരി തേക്കുകയും ഈ എന്താ പറയുക ഈ വർഗീയത കൊണ്ടുവരുന്നതും അതിനോടൊന്നും പേഴ്സണലി എന്താ പറയുക എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിൽ വർഗീയത കൊണ്ടുവരിക എന്നാണ് ഇങ്ങനെയുള്ള ഈ എന്താ പറയുക ബീഫ് കഴിക്കരുത്, ബീഫ് കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇങ്ങനെ കഴിക്കാൻ പാടില്ല, ഇത് ഗോമാതാവാണ്, അതൊക്കെ എന്താ പറയുക ഇതൊക്കെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. വിശ്വാസങ്ങളും രീതികളൊക്കെ ഓരോ ആൾക്കാരിൽ നിന്നാണ് വരേണ്ടത്, ഒരു കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ മറ്റൊരാൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല വിശ്വാസം, മറ്റൊരാൾ നമ്മളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല ആചാര രീതികൾ. പിന്നെ കഴിക്കുന്ന ആൾക്കാർ ഒരിക്കലും തിരുത്താൻ നിൽക്കരുത്. കാരണം ഓരോരുത്തർക്കും അവരവരെ ഇഷ്ടമാണ്.